ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റഡി ബോട്ടണി. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ബയോടെക്നോളജി പ്രിൻസിപ്പിൾ ആൻഡ് പ്രോസസ്സസ് എന്ന ചാപ്റ്ററാണ്. അതിൽ തന്നെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രോസസ്സസ് ഓഫ് റീകോംബിനന്റ് DNA ടെക്നോളജി. റീകോംബിനന്റ് DNA ടെക്നോളജിയിലെ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇന്ന് നമ്മൾ ഇതിലെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ഐസൊലേഷൻ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള DNA എങ്ങനെയാണ് ഒരു ഓർഗാനിസത്തിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നതെന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആദ്യം അറിയേണ്ടത് ഈ DNA ആണ് നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ. സോ ആദ്യം നമ്മൾ ഈ ജനറ്റിക് മെറ്റീരിയലിന്റെ, അതായത് DNAയുടെ ലൊക്കേഷൻ എവിടെയാണെന്ന് മനസ്സിലാക്കണം. ഒരു സെല്ലിനുള്ളിലായിട്ട്, ന്യൂക്ലിയസിനുള്ളിലായിട്ടാണ് ഈ ജനറ്റിക് മെറ്റീരിയൽ, ദാറ്റ് ഈസ് DNA ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് സെല്ലിന്റെ ബാക്കിയുള്ള ഒരു ഭാഗവും നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള ഒരേ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ DNA ആണ്. അപ്പം ഈ DNA നമുക്ക് ഈ സെല്ലിനുള്ളിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഒരുപാട് എൻസൈംസ് ആണ്. ബിക്കോസ് ഒരു സെല്ലെന്ന് പറയുന്നത് തന്നെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ളതാണ്, നമുക്ക് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റില്ല. അപ്പൊ അതിനുള്ളിലുള്ള DNA എന്ന് പറയുന്നത് അതിലും ചെറുതാണ്. അപ്പം ആ ഒരു DNA നമുക്ക് കിട്ടണമെങ്കിൽ കുറെ കെമിക്കൽസ് ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള ഈ പ്രോസസ്സ് മൊത്തം നടക്കാൻ പോകുന്നത് ടെസ്റ്റ് ട്യൂബിൽ വെച്ചിട്ടായിരിക്കും. സോ നമുക്ക് DNA ആണ് ആവശ്യം. അപ്പൊ നമുക്ക് ഏത് ഓർഗാനിസത്തിന്റെ DNA ആണോ വേണ്ടത്, ആ ഓർഗാനിസത്തിന്റെ സെൽസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ടെസ്റ്റ് ട്യൂബിലേക്ക് മാറ്റുന്നു. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും, എങ്ങനെയാണ് സെൽസ് മാത്രമായിട്ട്, ഒരു ഓർഗാനിസത്തിന്റെ സെൽസ് മാത്രമായിട്ട് കിട്ടുന്നതെന്ന്. ഇപ്പം നമ്മൾ ഈ പ്ലാന്റ്സിന്റെ അല്ലെങ്കിൽ ഈ ഫ്രൂട്ട്സിന്റെ ഒക്കെ കേസിലാണെങ്കിൽ അതിനെ ക്രഷ് ചെയ്തിട്ട് പേസ്റ്റ് പോലെ ആക്കുന്നു. അതിനുശേഷം അതിൽ നിന്ന് അതിന്റെ ജ്യൂസ് മാത്രം എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ട് ഈ ജ്യൂസ് ആണ് നമ്മൾ ഈ ടെസ്റ്റ് ട്യൂബിൽ എടുക്കുന്നത്. പിന്നീട് ഈ ടെസ്റ്റ് ട്യൂബിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഓരോരോ എൻസൈംസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് കെമിക്കൽസ് യൂസ് ചെയ്തിട്ടാണ് നടക്കാൻ പോകുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്നതൊക്കെ ഡിഫറെന്റ് എൻസൈംസ് ആണ്. സെല്ലിന്റെ ഓരോ ഭാഗങ്ങൾ ലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോരോ എൻസൈംസ് യൂസ് ചെയ്യും. ഈ എൻസൈംസ് ഒരു മൈക്രോ പിപ്പറ്റിന്റെ സഹായം, ഇതാണ് മൈക്രോ പിപ്പറ്റ് എന്ന് പറയുന്നത്. ഈ മൈക്രോ പിപ്പറ്റിന്റെ ഹെൽപ്പോട് കൂടി നമുക്ക് ആവശ്യമുള്ള എൻസൈംസ് കുറേശ്ശെ ആയിട്ട് നമ്മൾ ഈ ടെസ്റ്റ് ട്യൂബിനുള്ളിലേക്ക് ആഡ് ചെയ്യും. ഇത് ആഡ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ടെസ്റ്റ് ട്യൂബിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള, അതായത് DNA മാത്രമായിട്ട് നമുക്ക് ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ നമുക്കറിയാം, ഒരു സെല്ലില് DNA മാത്രമല്ല ഒരുപാട് മറ്റ് മോളിക്യൂൾസും കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, മാക്രോ മോളിക്യൂൾസ് ആയിട്ടുള്ള RNA, പ്രോട്ടീൻസ്, പോളിസാക്കറൈഡ്സ്, ലിപ്പിഡ്സ്, അല്ലെങ്കിൽ ബാക്ടീരിയ, ഫംഗസ് ഒക്കെ ആണെങ്കിൽ ഇതിന് സെൽ വോൾ കാണാൻ പറ്റും. അപ്പം ഈ സെൽ വോൾ ഒക്കെ ബ്രേക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ഈ DNAയുടെ അടുത്തെത്തുന്നതിന് വേണ്ടി. അപ്പം ആദ്യം നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ടത് ആ സെല്ലിന്റെ സെൽ വോൾ ആണ്. സോ ഇതൊക്കെ ബ്രേക്ക് ചെയ്യുന്നതിന് വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഡിഫറെന്റ് എൻസൈംസ് ആണ്. ഡിഫറെന്റ് ഓർഗാനിസത്തിനെ ബേസ് ചെയ്തിട്ട് അതിന്റെ സെൽ വോൾ ബ്രേക്ക് ചെയ്യുന്നതിന് വേണ്ടി ഡിഫറെന്റ് എൻസൈംസ് ആണ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ബാക്ടീരിയൽ സെൽ വാൾ ബ്രേക്ക് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ലൈസോസൈം യൂസ് ചെയ്യാം. പ്ലാന്റ് സെല്ലാണെങ്കിൽ അതിന്റെ സെൽ വാൾ ബ്രേക്ക് ചെയ്യാൻ സെല്ലുലേസ് ആണ് യൂസ് ചെയ്യുന്നത്. ഫംഗസ് ആണെങ്കിൽ കൈറ്റിനേസ് യൂസ് ചെയ്യാം. ഇതിന് ശേഷം ഈ സെൽ വാൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ടെസ്റ്റ് ട്യൂബിലാണ് ഈ സെൽസ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ, ഈ പെർട്ടിക്കുലർ എൻസൈം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ പ്ലാന്റിന്റെ സെൽ വാൾ ആണ് ബ്രേക്ക് ചെയ്യേണ്ടതെങ്കിൽ സെല്ലുലേസ് അതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെൽ വോളൊക്കെ, പ്ലാന്റിന്റെ സെൽ വോളൊക്കെ ബ്രേക്ക് ചെയ്യും. അതിനുശേഷം അതിൽ പിന്നീട് ഉണ്ടാവുന്നത് എന്തായിരിക്കും, ഈ ബ്രേക്ക് ചെയ്ത സെൽ വോളിന്റെ ഡെബ്രിസ് കാണാൻ പറ്റും. അതുകൂടാതെ തന്നെ സൈറ്റോപ്ലാസവും ന്യൂക്ലിയസും ഒക്കെ ഈ ഒരു ടെസ്റ്റ് ട്യൂബിൽ കാണാൻ പറ്റും. ഇനി നമുക്ക് ഇതിൽ നിന്ന് സൈറ്റോപ്ലാസത്തിലും ന്യൂക്ലിയസിലുമായിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ ഇനി ഓരോന്നായിട്ട് റിമൂവ് ചെയ്യണം. പിന്നീട് ഇതിലെ പ്രോട്ടീൻസ് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിലെ പ്രോട്ടിയേസ് എൻസൈം യൂസ് ചെയ്യാം. അപ്പം പ്രോട്ടിയേസ് എൻസൈം യൂസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, DNA ഇന്റർട്വൈൻ ചെയ്തിരിക്കുന്നത് കുറെ ഹിസ്റ്റോൺ പാർട്ടിക്കിൾസ് യൂസ് ചെയ്തിട്ടാണ്. അപ്പം ഇതെല്ലാം തന്നെ പ്രോട്ടീൻസ് ആണ്. അത് യൂസ് ചെയ്യുന്നതോടെ, ദാറ്റ് മീൻസ് പ്രോട്ടിയേസ് എൻസൈം യൂസ് ചെയ്യുന്നതോടുകൂടി ഈ ഹിസ്റ്റോൺ ആൻഡ് നോൺ ഹിസ്റ്റോൺ പാർട്ടിക്കിൾസ് ഒക്കെ തന്നെ ലൈസ് ചെയ്ത് പോകും, ഇല്ലാതാകും. പിന്നീട് ഈ സബ്സെല്ലുലാർ സിസ്റ്ററിൽ വേറെ എന്തൊക്കെ കാണാൻ പറ്റും, RNA കാണാൻ പറ്റും. RNA ലൈസ് ചെയ്ത് കളയുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ RNA ബ്രേക്ക് ചെയ്ത് കളയുന്നതിന് വേണ്ടി റൈബോ ന്യൂക്ലിയേസ് എൻസൈം യൂസ് ചെയ്യാം. ഇത് കൂടാതെ വേറെ ഒരുപാട് സെല്ലിൽ ഈ DNA അല്ലാതെ നമുക്ക് ആവശ്യമില്ലാത്ത ബാക്കി സബ് സെല്ലുലാർ പാർട്ടിക്കിൾസിനെയും ഇതുപോലെ നമുക്ക് ലൈസ് ചെയ്ത് കളയാൻ പറ്റും, അതായത് അവരെ നശിപ്പിച്ച് കളയാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഓരോന്നിനെയും ലൈസ് ചെയ്യുന്ന എൻസൈംസ് യൂസ് ചെയ്യാം. ഇപ്പം നമുക്ക് കിട്ടുന്ന ഈ ടെസ്റ്റ് ട്യൂബിലുള്ള ഈ ഒരു ഫ്ലൂയിഡിന് അല്ലെങ്കിൽ ഒരു മിശ്രിതത്തിൽ എന്ത് കാണാൻ പറ്റും, ഇപ്പം നമ്മൾ ലൈസ് ചെയ്ത് കഴിഞ്ഞ എല്ലാത്തിൻ്റെയും ഡെബ്രിസും കാര്യങ്ങളും ഒക്കെ കാണാൻ പറ്റും. ഇതൊക്കെ ഒഴിവാക്കി നമുക്കിനി വേണ്ടത് എന്താ, ഈ DNA മാത്രമാണ്. അപ്പം അതിന് വേണ്ടിയിട്ട്
ഓരോ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റിലൂടെ ബാക്കിയുള്ള ഡെബ്രിസ് ഒക്കെ തന്നെ നമ്മൾ റിമൂവ് ചെയ്യുന്നു. അപ്പോൾ ഇത് എന്ത് തരം ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ ചെയ്തത്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പഠിക്കാനില്ല, അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് പഠിക്കാനില്ല. അപ്പം ഓരോ ട്രീറ്റ്മെന്റിലൂടെ ഈ DNA അല്ലാത്ത ബാക്കിയുള്ള ഡെബ്രിസ് ഒക്കെ തന്നെ ഈ ടെസ്റ്റ് ട്യൂബിൽ നിന്ന് റിമൂവ് ചെയ്യുന്നു. അതിനുശേഷം അതിൽ DNA മാത്രമായിരിക്കും ഉണ്ടാവുന്നത്. ഇനി ഈ DNA നമുക്ക് അതിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഈ ടെസ്റ്റ് ട്യൂബിലേക്ക് ചിൽഡ് ആയിട്ടുള്ള എത്തനോൾ ഒഴിക്കുന്നു. ഈ ചിൽഡ് എത്തനോൾ ഒഴിക്കുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത് DNA പ്രസിപ്പിറ്റേറ്റ് ചെയ്തിട്ട് ഒരു വൈറ്റ് ത്രെഡായിട്ട് ഈ ടെസ്റ്റ് ട്യൂബിന്റെ മുകളിലായിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങും. അതായത് നമുക്ക് നമ്മുടെ നേക്കഡ് ഐസിനോണ്ട് തന്നെ ഈ DNA പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് ടെസ്റ്റ് ട്യൂബിന് മുകളിൽ കിടക്കുന്നത് കാണാൻ പറ്റും. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ അതിന്റെ ഇമേജ് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഈ DNA കാണാൻ പറ്റും. അതിനുശേഷം ഈ DNA നമുക്ക് ഈ ടെസ്റ്റ് ട്യൂബിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. ആ ഒരു DNA ടെസ്റ്റ് ട്യൂബിൽ നിന്ന് പുറത്തേക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് സ്പൂളിംഗ് എന്ന് പറയുന്നത്. സോ DNA ദാറ്റ് സെപ്പറേറ്റ് ഔട്ട് ക്യാൻ ബി റിമൂവ്ഡ് ബൈ സ്പൂളിംഗ്. അപ്പോൾ ഈ ഒരു സ്പൂളിംഗ് എന്നുള്ള ടേം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളതാണ്. നമുക്ക് ഈ ഡയഗ്രത്തിന്റെ അടിയിലായിട്ട് സ്പൂളിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ടേം കാണാം. അങ്ങനെ നമ്മൾ ഈ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള DNA ഐസൊലേറ്റ് ചെയ്തെടുത്തു. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ആയിട്ടുള്ള കട്ടിംഗ് ഓഫ് DNA അറ്റ് സ്പെസിഫിക് ലൊക്കേഷൻസ്, അതുകൂടാതെ ഈ ഫ്രാഗ്മെന്റേഷന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം ദാറ്റ് ഈസ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്, ഈ എൻസൈം എന്താണെന്നും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. അപ്പോൾ സ്റ്റഡി ബോട്ടണിയുടെ ടെലഗ്രാം ചാനലും അതുപോലെ ഒരു ഡിസ്കഷൻ ഗ്രൂപ്പും ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളൊക്കെ ജോയിൻ ചെയ്യാം. ആൻഡ് താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.